ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയമുള്ള ഖുർആൻ പഠിതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പരിശുദ്ധ ഖുർആനിലെ 24-ാം അധ്യായം സൂറത്തുൻ നൂറാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സൂറത്തിലെ 61 ആയത്തുകളാണ് ഇതിനകം നമ്മൾ മനസ്സിലാക്കിയത്. ഇന്ന് ഇൻഷാ അല്ലാഹ് 62-ാമത്തെ ഒരു ആയത്ത് നമുക്ക് നോക്കാം. അഊസു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ഇന്നമൽ മുഅ്മിനൂന അല്ലസീന ആമനൂ ബില്ലാഹി വറസൂലിഹി വഇദാ കാനൂ മഅഹു അലാ അംരിൻ ജാമിഇൻ ലം യസ്ഹബൂ ഹത്താ യസ്തഅ്സിനൂ ഇന്നല്ലസീന യസ്തഅ്സിനൂനക ഉലൈക അല്ലസീന യുഅ്മിനൂന ബില്ലാഹി വറസൂലിഹി فإذا استأذنوك لبعض شأنهم فأذن لمن شئت منهم واستغفر لهم الله إن الله غفور رحيم. കഴിഞ്ഞ ക്ലാസ്സിൽ ഭക്ഷണം കഴിക്കലുമായി ബന്ധപ്പെട്ട ചില നിയമങ്ങളും കാര്യങ്ങളുമാണ് നമ്മൾ മനസ്സിലാക്കിയത്. അടുത്ത ആയത്തിൽ അല്ലാഹു പറയുന്നു, ഇന്നമൽ മുഅ്മിനൂനല്ലസീന ആമനൂ ബില്ലാഹി വറസൂലിഹി. ഇന്ന എന്ന് പറഞ്ഞാൽ നിശ്ചയമായും, തീർച്ചയായും, ഉറപ്പായും. ഇന്നമാ എന്ന് പറയുമ്പോൾ തീർച്ചയായും അത് മാത്രമാണ്, നിശ്ചയമായും അത് മാത്രമാണ് എന്നുള്ള അർത്ഥം കിട്ടും. ഈ മാത്രം എന്നുള്ളത് ശേഷം വരുന്ന ഏത് ഭാഗത്തേക്കാണോ യോജിക്കുന്നത് അവിടെയാണ് നമ്മൾ കൊടുക്കുക. അൽ മുഅ്മിനൂന, ആമന വിശ്വസിച്ചു, മുഅ്മിൻ വിശ്വാസി, മുഅ്മിനൂൻ വിശ്വാസികൾ, അല്ലദീന ആമനു, ആമന വിശ്വസിച്ചു, ആമനു അവർ വിശ്വസിച്ചു, അല്ലദീന ആമനു വിശ്വസിച്ചവർ. അപ്പോൾ ഇവിടെയാണ് ശരിക്ക് ആ മാത്രം എന്നുള്ളത് ചേർക്കേണ്ടത്. ഇന്നമൽ മുഅ്മിനൂന നിശ്ചയമായും സത്യവിശ്വാസികൾ, അല്ലദീന ആമനു വിശ്വസിച്ചവർ മാത്രമാണ്, ബില്ലാഹി അള്ളാഹുവിൽ. ബി എന്ന് പറഞ്ഞാൽ ഇൽ എന്നർത്ഥം. ബി എന്നുള്ളതിന് പല അർത്ഥങ്ങളുണ്ട്. കൊണ്ട്, ഓട്, ഇൽ, അങ്ങനെ പല അർത്ഥങ്ങളുണ്ട്. ഇവിടെ ഇൽ എന്നുള്ള അർത്ഥം കൊടുക്കാം. ബില്ലാഹി അള്ളാഹുവിൽ, വ റസൂലിഹി, അവിടെ ശരിക്ക് വ ബി റസൂലിഹി എന്നാണ്. ബില്ലാഹി എന്നുള്ളതിൻ്റെ മുമ്പിലുള്ള ബി ഇവിടേക്കും ബാധകമാണ്. പക്ഷെ അവിടെ വാവിട്ടിട്ട് അത്ഫ് ചെയ്ത് ചേർത്തി എഴുതിയെന്ന് മാത്രം. വ റസൂലിഹി, റസൂല് ദൂതൻ, റസൂലുഹു എന്ന് പറഞ്ഞാൽ അവൻ്റെ ദൂതൻ. അതിൻ്റെ മുമ്പിൽ ആ ഒരു ബി അവിടെ മറഞ്ഞിരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ആ വാവിൻ്റെ കൂടെ ബിയും കൂടെ ഉണ്ട് നമ്മൾ മനസ്സിലാക്കുമ്പോൾ ബി വന്നതിന് ശേഷം റസൂലി എന്ന് പറഞ്ഞു മാത്രം. അപ്പോൾ റസൂലി എന്ന് പറയുമ്പോൾ റസൂലിഹി എന്നാണ് ആവുക. വ റസൂലിഹി അവൻ്റെ ദൂതനിലും എന്നാണ് അർത്ഥം കൊടുക്കുക. അതുവരെയുള്ള ആയത്തിൻ്റെ അർത്ഥം നോക്കുകയാണെങ്കിൽ, ഇന്നമൽ മുഅ്മിനൂനല്ലസീന ആമനൂ ബില്ലാഹി വ റസൂലിഹി, അള്ളാഹുവിലും അവൻ്റെ ദൂതനിലും വിശ്വസിച്ചവർ മാത്രമാണ് നിശ്ചയമായും സത്യവിശ്വാസികൾ. വ ഇദാ കാനൂ മഅഹു, വാവ് ഇസ്തിനാഫിയുടെ വാവാണ്, പ്രത്യേകിച്ച് അർത്ഥം കൊടുക്കേണ്ട. ഇതാ എന്ന് പറഞ്ഞാൽ അങ്ങനെ ആയാൽ, ആൽ എന്നുള്ള അർത്ഥം കിട്ടും. കാനൂ അവർ ആയിരുന്നു, ഇതാ കാനൂ അവർ ആയിരുന്നാൽ, മഅഹു മഅ എന്ന് പറഞ്ഞാൽ കൂടെ, ഹു എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ, അവൻ്റെ, മഅഹു അദ്ദേഹത്തിൻ്റെ കൂടെ. വ ഇദാ കാനൂ മഅഹു അവർ അദ്ദേഹത്തിൻ്റെ കൂടെ ആയിരുന്നാൽ, അല അംരിൻ, അല എന്ന് പറഞ്ഞാൽ മേൽ, അമ്ര കാര്യം, അല അംരിൻ കാര്യത്തിന്മേൽ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും കാര്യത്തിന് വേണ്ടി അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യത്തിൽ, ജാമിഅൻ, ജാമിഅ എന്ന് പറഞ്ഞാൽ പൊതുവായ, അല അംരിൻ ജാമിഅൻ പൊതുവായ ഒരു കാര്യത്തിൽ. അപ്പോൾ വഇദാ കാനൂ മഅഹു അല അംരിൻ ജാമിഅൻ അവർ അദ്ദേഹത്തിൻ്റെ കൂടെ പൊതുവായ എന്തെങ്കിലും ഒരു കാര്യത്തിൽ ആയിരുന്നാൽ, ലം യസ്ഹബൂ, സഹബ എന്ന് പറഞ്ഞാൽ പോയി, യസ്ഹബു പോകും, പോകുന്നു, യസ്ഹബൂന അവർ പോകും, അവർ പോകുന്നു, ലം യസ്ഹബൂ അവർ പോയിട്ടില്ല, ഹത്ത യസ്തഅ്സിനൂഹു, ഹത്ത വരെ അല്ലെങ്കിൽ അത് വരേക്കും, യസ്തഅ്സിനൂഹു ഇസ്തഅ്സന എന്ന് പറഞ്ഞാൽ അനുവാദം ചോദിച്ചു എന്നാണ്. അപ്പോൾ അത് നമ്മൾ ഇതേ സൂറത്തിൽ പഠിച്ചതാണല്ലോ. യസ്തഅ്സിനു അനുവാദം ചോദിക്കും, അനുവാദം ചോദിക്കുന്നു. യസ്തഅ്സിനൂന അവർ അനുവാദം ചോദിക്കും, അവർ അനുവാദം ചോദിക്കുന്നു. യസ്തഅ്സിനൂഹു അവർ അദ്ദേഹത്തോട് അനുവാദം ചോദിക്കും, അവർ അദ്ദേഹത്തോട് അനുവാദം ചോദിക്കുന്നു. അതിന് മുമ്പിൽ ഹത്ത വരുമ്പോൾ അതുവരെ എന്നുള്ള അർത്ഥം കിട്ടും. ഹത്ത യസ്തഅ്സിനൂഹു അവർ അദ്ദേഹത്തോട് അനുവാദം ചോദിക്കുന്നത് വരെ, സമ്മതം ചോദിക്കുന്നത് വരെ എന്ന് പറഞ്ഞാൽ സമ്മതം ചോദിക്കാതെ ആരും പോവില്ല എന്നർത്ഥം. ഇന്നല്ലദീന യസ്തഅ്സിനൂനക
ഇന്ന നിശ്ചയമായും അല്ലദീന യസ്തസിനൂനക്ക, ഇസ്തസന അനുവാദം ചോദിച്ചു, യസ്തസിനു അനുവാദം ചോദിക്കുന്നു, യസ്തസിനൂന അവർ അനുവാദം ചോദിക്കുന്നു, യസ്തസിനൂനക്ക അവർ നിന്നോട് അനുവാദം ചോദിക്കുന്നു. അതിൻ്റെ കൂടെ അല്ലദീന ചേർക്കുമ്പോൾ അങ്ങനെയുള്ളതായ ഒരു കൂട്ടർ അല്ലെങ്കിൽ അങ്ങനെയുള്ളവർ എന്നർത്ഥം കിട്ടും. അല്ലദീന യസ്തസിനൂനക്ക താങ്കളോട് അനുവാദം ചോദിക്കുന്നവർ, അതിനു മുമ്പിൽ ഇന്നയുണ്ട്. അപ്പോൾ ഇന്നല്ലദീന യസ്തസിനൂനക്ക നിശ്ചയമായും താങ്കളോട് അനുവാദം ചോദിക്കുന്നവർ. ഉലായിക്ക അക്കൂട്ടരാണ്. അല്ലദീന യുഅ്മിനൂന ബില്ലാഹി വറസൂലിഹി, അല്ലദീന യുഅ്മിനൂന ആമന വിശ്വസിച്ചു, യുഅ്മിനു വിശ്വസിക്കുന്നു, യുഅ്മിനൂന അവർ വിശ്വസിക്കുന്നു. അതിൻ്റെ മുമ്പിൽ അല്ലദീന ചേർക്കുമ്പോൾ അങ്ങനെയുള്ളവരായ ഒരു കൂട്ടർ. അല്ലദീന യുഅ്മിനൂന വിശ്വസിക്കുന്നവരായ ഒരു കൂട്ടർ എന്ന് പറഞ്ഞാൽ വിശ്വസിക്കുന്നവർ. ബില്ലാഹി അള്ളാഹുവിൽ, വറസൂലിഹി അവൻ്റെ ദൂതനിലും. ഇത് വന്നല്ലോ, ഇതേ ആയത്തിൽ തന്നെ വന്നു. അപ്പോൾ ഉലായിക്കല്ലദീന യുഅ്മിനൂന ബില്ലാഹി വറസൂലിഹി അവരാകുന്നു, അക്കൂട്ടരാകുന്നു അള്ളാഹുവിലും അവൻ്റെ ദൂതനിലും വിശ്വസിക്കുന്നവർ. ഫ ഇദസ്തഅ്സനൂക, ഫ എന്നാൽ അല്ലെങ്കിൽ ആകയാൽ, ഇദാ അങ്ങനെ ആയാൽ, ഇസ്തഅ്സനൂ ഇസ്തഅ്സന എന്ന് പറഞ്ഞാൽ അനുവാദം ചോദിച്ചു, ഇസ്തഅ്സനൂ അവർ അനുവാദം ചോദിച്ചു, ഇസ്തഅ്സനൂക അവർ താങ്കളോട് അനുവാദം ചോദിച്ചു. അതിനു മുമ്പിൽ ഇദാ എന്ന് ചേർക്കുമ്പോൾ അങ്ങനെ ആയാൽ ചേർക്കുമ്പോൾ ഇദാ ഇസ്തഅ്സനൂക അവർ താങ്കളോട് അനുവാദം ചോദിച്ചാൽ, ഫ ഇദസ്തഅ്സനൂക അതിനാൽ അവർ താങ്കളോട് അനുവാദം ചോദിച്ചാൽ, ലി ബഅദി ഷഅ്നിഹിം, ലി ബഅദി ബഅദ് എന്ന് പറഞ്ഞാൽ ചില, ലി എന്ന് പറഞ്ഞാൽ വേണ്ടി, ഷഅ്ന് കാര്യം, ഹിം അവരുടെ, ലി ബഅദി ഷഅ്നിഹിം അവരുടെ ചില കാര്യത്തിന് വേണ്ടി, ലി ബഅദി ചിലതിന് വേണ്ടി, ഷഅ്നിഹിം അവരുടെ കാര്യം, ലി ബഅദി ഷഅ്നിഹിം അവരുടെ ചില കാര്യത്തിന് വേണ്ടി. ഫഅ്സൻ അത് കൽപ്പനക്രിയയാണ്. അസിന എന്ന് പറഞ്ഞാൽ അനുവാദം നൽകി, അതിൻ്റെ കൽപ്പനക്രിയയാണ് ഇഅ്സൻ അനുവാദം നൽകണം, അനുവാദം നൽകുക. ഫഇഅ്സൻ അതാണ് ഫഅ്സൻ എന്നായി മാറിയത്. അപ്പോൾ താങ്കൾ അനുവാദം നൽകുക, അപ്പോൾ താങ്കൾ സമ്മതം നൽകുക. ലിമൻ ഷിഅ്ത, ലി അവർക്ക്, ക്ക് ഇന്ന് വേണ്ടി എന്നൊക്കെ അർത്ഥമുണ്ട് ലി എന്നുള്ളതിന്. മൻ എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ളവൻ, അങ്ങനെയുള്ളവർ. ഷിഅ്ത ഷാ ഉദ്ദേശിച്ചു, അതിൻ്റെ കൂടെ അൻത എന്ന് ചേർക്കുമ്പോൾ ഷിഅ്ത താങ്കൾ ഉദ്ദേശിച്ചു. അപ്പോൾ ലിമൻ ഷിഅ്ത താങ്കൾ ഉദ്ദേശിച്ചവന് അല്ലെങ്കിൽ താങ്കൾ ഉദ്ദേശിച്ചവർക്ക്, മിൻഹും അവരിലെ, അവരിൽപ്പെട്ട, മിൻ എന്ന് പറഞ്ഞാൽ ഇൽ നിന്ന്, ഹും എന്ന് പറഞ്ഞാൽ അവർ, മിൻഹും അവരിൽ നിന്നുള്ള, അവരിൽപ്പെട്ട അല്ലെങ്കിൽ അവരിലെ, അവരിൽ താങ്കൾ ഉദ്ദേശിച്ചവർക്ക് താങ്കൾ അനുവാദം നൽകുക. വസ്തഗ്ഫിർ വാവ് അത്ഫിൻ്റെ വാവാണ്, എന്നർത്ഥത്തിൽ. അതിൻ്റെ കൂടെ ഇതും കൂടെ ചെയ്യണം. ഇസ്തഗ്ഫിർ, ഇസ്തഗ്ഫറ എന്ന് പറഞ്ഞാൽ പാപമോചനം തേടി എന്നാണ്. ഇസ്തഗ്ഫിർ താങ്കൾ പാപമോചനം തേടുക, വസ്തഗ്ഫിർ താങ്കൾ പാപമോചനം തേടുകയും ചെയ്യുക. ലഹും അവർക്ക് വേണ്ടി, അള്ളാഹ അള്ളാഹുവിനോട്, വസ്തഗ്ഫിർ ലഹുമുല്ലാ അവർക്ക് വേണ്ടി അള്ളാഹുവിനോട് താങ്കൾ പാപമോചനം തേടുകയും ചെയ്യുക. ഇന്നല്ലാഹ ഇന്ന നിശ്ചയമായും, അള്ളാഹ അള്ളാഹു, ഇന്നല്ലാഹ നിശ്ചയമായും അള്ളാഹു, ഗഫൂറുൻ ഏറെ പാപങ്ങൾ പൊറുക്കുന്നവനാണ്, റഹീമുൻ കരുണാനിധിയാണ്. ഇന്നല്ലാഹ ഗഫൂർ റഹീം നിശ്ചയമായും അള്ളാഹു ഏറെ പാപങ്ങൾ പൊറുക്കുന്നവനും കരുണാനിധിയുമാണ്. ഇനി നമുക്ക് ഒന്നിച്ച് ആയത്തിൻ്റെ അർത്ഥം നോക്കാം. ഇന്നമൽ മുഅ്മിനൂന ലസീന ആമനു ബില്ലാഹി വറസൂലിഹി നിശ്ചയമായും അള്ളാഹുവിലും അവൻ്റെ ദൂതനിലും വിശ്വസിച്ചവർ മാത്രമാണ് സത്യവിശ്വാസികൾ. വഇദാ കാനു മഅഹു അലാ അംരിൻ ജാമിഇൻ ലം യസ്ഹബു ഹത്താ യസ്തഅ്ദിനൂഹു അവർ അദ്ദേഹത്തോടൊപ്പം പൊതുവായ എന്തെങ്കിലും കാര്യത്തിലായാൽ അദ്ദേഹത്തോട് അനുവാദം ചോദിക്കാതെ അവർ പോയിട്ടില്ല. ഇന്നല്ലദീന യസ്തഅ്ദിനൂനക ഉലായിക്കല്ലദീന യുഅ്മിനൂന ബില്ലാഹി വറസൂലിഹി നിശ്ചയമായും താങ്കളോട് അനുവാദം ചോദിക്കുന്ന ആ ആളുകൾ അക്കൂട്ടർ തന്നെയാകുന്നു അള്ളാഹുവിലും അവൻ്റെ ദൂതനിലും വിശ്വസിച്ചവർ അല്ലെങ്കിൽ വിശ്വസിക്കുന്നവർ. ഫഇദസ്തഅ്ദനൂക ലിബഅദി ശഅ്നിഹിം ഫഅ്സൽ ലിമൻ ശിഅ്ത മിൻഹും അവർ താങ്കളോട് അവരുടെ എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി അനുവാദം ചോദിക്കുകയാണെങ്കിൽ താങ്കൾ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് അനുവാദം നൽകിക്കൊള്ളുക. വസ്തഗ്ഫിർ ലഹുമുല്ലാ അവർക്ക് വേണ്ടി അള്ളാഹുവിനോട് പാപമോചനം തേടുകയും ചെയ്യുക. ഇന്നല്ലാഹ ഗഫൂർ റഹീം നിശ്ചയമായും അള്ളാഹു ഏറെ പാപങ്ങൾ പൊറുക്കുന്നവരും കരുണാനിധിയുമാകുന്നു.
ഇനി നമുക്ക് വിശദീകരണത്തിലേക്ക് പോകാം. ഇതിനു മുമ്പുള്ള ആയത്തുകളിൽ പല നിയമങ്ങളും നമ്മൾ മനസ്സിലാക്കി. ഒരു വീടിനകത്തുള്ള നിയമം, വീട്ടിൻ്റെ പുറത്തുള്ള നിയമം, പുറത്തുനിന്ന് ആരെങ്കിലും വീട്ടിലേക്ക് കയറുമ്പോഴുള്ള നിയമം, അതുപോലെ തന്നെ ഭക്ഷണം കഴിക്കുന്ന കാര്യങ്ങളിൽ, വസ്ത്രത്തിൻ്റെ കാര്യത്തിൽ പല നിയമങ്ങളും മനസ്സിലാക്കി. ഇവിടെ ഒരു സംഘമായിട്ട് ജീവിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു സംഘടനയൊക്കെ ആയിട്ട് ജീവിക്കുന്ന സമയത്ത് ഉള്ള ചില കാര്യങ്ങളാണ് സൂചിപ്പിക്കുന്നത്. ഇവിടെ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം സത്യവിശ്വാസികളായ ആളുകൾ എന്തെങ്കിലും ഒരു പൊതുവായ കാര്യത്തിൽ അവർ ചേർന്ന് പ്രവർത്തിക്കുന്ന സമയത്ത് അവർക്ക് എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി പോകണമെന്നുണ്ടെങ്കിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അനുവാദം ചോദിക്കാതെ ഒരിക്കലും അവർ പോയിട്ടില്ല. അനുവാദം ചോദിച്ചിട്ടേ അവർ പോവുള്ളൂ, അല്ലാതെ പോവില്ല എന്നിവിടെ പറയുന്നുണ്ട്. ഈ ഒരു ആയത്തിൻ്റെ പശ്ചാത്തലം അഹ്സാബ് യുദ്ധവുമായി ബന്ധപ്പെട്ടതാണ് എന്ന് ചില ഖുർആൻ വ്യാഖ്യാതാക്കളൊക്കെ പറയുന്നുണ്ട്. അതായത് അഹ്സാബ് യുദ്ധം നടക്കുന്ന സമയത്ത് മദീനയുടെ പരിസരങ്ങളിൽ വലിയ കിടങ്ങുകൾ കുഴിച്ചിരുന്നു സത്യവിശ്വാസികൾ. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നേതൃത്വത്തിൽ അങ്ങനെ കിടങ്ങ് കുഴിക്കുന്ന സമയത്ത് കപടവിശ്വാസികളായ ആളുകൾ പലരും അതിൽ നിന്ന് പതുക്കെ ആരും അറിയാതെ അങ്ങനെ ഒഴിഞ്ഞു മാറാൻ തുടങ്ങി. അത് അനുവാദമൊന്നും ചോദിക്കാതെ അവരവിടെ നിന്ന് സ്ഥലം വിട്ടു. അതുമായി ബന്ധപ്പെട്ടാണ് ഈ ആയത്തിലെ പരാമർശം എന്നാണ് ചില ഖുർആൻ വ്യാഖ്യാതാക്കൾ പറയുന്നത്. എന്നാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, ഇതിൽ പറയുന്ന കാര്യങ്ങൾ ഏതൊരു വ്യക്തിയുടെ ജീവിതത്തിലും പാലിക്കേണ്ടതാണ്. ഒരു നേതൃത്വത്തെ അംഗീകരിക്കുക. ഒരു സദസ്സ് കൂടുന്ന സമയത്തൊക്കെ ആ നേതൃത്വത്തോട് അനുവാദം ചോദിച്ചിട്ട് പുറത്തേക്ക് പോവുക. അതൊരു മര്യാദയാണ്, അതൊരു അച്ചടക്കമാണ്, അത് ഒരു സമൂഹത്തിന് ആവശ്യവുമാണ്. ഇനി ഈ ആയത്തിൽ പറയുന്ന കാര്യങ്ങൾ നോക്കിയാൽ അംരിൻ ജാമിഇൻ, പൊതുവായ എന്തെങ്കിലും കാര്യത്തിന് അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഒന്നിച്ച് പങ്കെടുക്കുന്ന സമയത്ത് എന്ന് പറഞ്ഞല്ലോ. ഈ പൊതുവായ കാര്യമെന്ന് പറയുന്നത് അതിനെക്കുറിച്ച് മറ്റ് പല അഭിപ്രായങ്ങളുണ്ട്. അത് യുദ്ധകാര്യങ്ങളാണ്, ജമാഅത്ത് നിസ്കാരമാണ്, ജുമുഅ നിസ്കാരമാണ്, പെരുന്നാൾ നിസ്കാരമാണ്, അങ്ങനെ പല അഭിപ്രായങ്ങളുണ്ട്. അതേപോലെ തന്നെ എല്ലാ സമയത്തും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്തെങ്കിലും ഒരു കാര്യം പറയാനൊക്കെ ഉണ്ടെങ്കിൽ, ആളുകളോട് പറയാനുണ്ടെങ്കിൽ പള്ളിയിലാണ് എല്ലാവരെയും ഒരുമിച്ച് കൂട്ടുക. അങ്ങനെ അവിടെ ഒരു സദസ്സ് സംഘടിപ്പിച്ചതിന് ശേഷം അവരോട് സംസാരിക്കും. അപ്പോൾ അങ്ങനെയുള്ള സദസ്സുകളാണ്. അതേപോലെ തന്നെ പ്രസംഗം നടക്കുന്ന എല്ലാ നിസ്കാരങ്ങളും എന്ന അഭിപ്രായമൊക്കെ ഉണ്ട്. ഏതായാലും നമുക്ക് പൊതുവായിട്ട് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുക, സത്യവിശ്വാസികൾ അവരൊരു നേതൃത്വത്തെ തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ ആ നേതൃത്വത്തിനൊരു സ്ഥാനം കൊടുക്കണം. ഒരു പൊതുവായ കാര്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഒരുമിച്ച് കൂടിയ സമയത്തൊക്കെ ഓരോരുത്തരും അവർക്ക് തോന്നിയ രൂപത്തിൽ ഒരു സദസ്സിൽ നിന്ന് ഇറങ്ങിപ്പോവാനോ അല്ലെങ്കിൽ ആ തരത്തിൽ പോകുന്നതൊന്നും ശരിയല്ല. അത് അവിടെയുള്ള ആ ഒരു നേതൃത്വത്തോട് അനുവാദം ചോദിച്ചിട്ടാണ് പോവേണ്ടത് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി ഇവിടെ പറയുന്നു നോക്കൂ, ഇന്നമൽ മുഅ്മിനൂന, നിശ്ചയമായും സത്യവിശ്വാസികൾ ആര് മാത്രമാണ്? അല്ലസീന ആമനു ബില്ലാഹി വറസൂലിഹി, അള്ളാഹുവിലും അവൻ്റെ ദൂതനിലും വിശ്വസിച്ചവർ മാത്രമാണ് സത്യവിശ്വാസികൾ. വഇദാ കാനു, അവരുടെ പ്രത്യേകതയാണ് ഇനി പറയുന്നത്. വഇദാ കാനു മഅഹു അലാ അംരിൻ ജാമിഇൻ, പൊതുവായ ഒരു കാര്യത്തിന് വേണ്ടി അവർ അദ്ദേഹത്തോടൊപ്പം ഉണ്ടായാൽ എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ അവർ നിൽക്കുന്ന സമയത്ത് ലം യദ്ഹബു ഹത്താ യസ്തഅ്ദിനുഹു, അദ്ദേഹത്തോട് സമ്മതം ചോദിക്കാതെ അവരൊരിക്കലും ആ ഒരു സമയത്ത് അവിടെ നിന്ന് പോവില്ല. ഒരു പൊതുവായ കാര്യത്തിന് വേണ്ടി അവർ ഒരുമിച്ച് കൂടിയാൽ പിന്നെ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് പോകണമെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തോട് സമ്മതം ചോദിച്ചിട്ടേ അവർ പോവുള്ളൂ. ഇന്നല്ലദീന യസ്തഅ്ദിനൂനക ഉലൈക്കല്ലദീന യുഅ്മിനൂന ബില്ലാഹി വറസൂലിഹി, നിശ്ചയമായും താങ്കളോട് അനുവാദം ചോദിക്കുന്നവരാരാണോ അവർ തന്നെയാകുന്നു അള്ളാഹുവിലും അവൻ്റെ ദൂതനിലും വിശ്വസിച്ചവർ. അപ്പോൾ അത് സത്യവിശ്വാസികളുടെ ഒരു ഗുണമായിട്ട് അള്ളാഹു പറയാണ്. അള്ളാഹുവിലും അവൻ്റെ ദൂതനിലും വിശ്വസിച്ചവരാരാണ്? അവർ ഇങ്ങനെയുള്ള ആളുകളാണ്. അവർക്ക് ഈ നല്ല സ്വഭാവം ഉണ്ടാവും. അവർ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സമ്മതം ചോദിച്ചിട്ടേ അങ്ങനെയുള്ള സമയത്ത് അവിടെ നിന്ന് പോവുള്ളൂ. ഫഇദസ്തഅ്സനൂക ലിബഅദി ശഅനിഹിം, അവർക്ക് അവരുടേതായ എന്തെങ്കിലും കാര്യത്തിന് വേണ്ടി അവർ സമ്മതം ചോദിച്ചാൽ, അവിടെ നിന്ന് പോകണമെന്ന് പറഞ്ഞുകൊണ്ട് സമ്മതം ചോദിക്കുകയാണെങ്കിൽ, അപ്പോൾ ഒരു നേതാവ് എന്നുള്ള രൂപത്തിൽ എന്ത് ചെയ്യണം? നേതൃത്വം എന്നുള്ള രൂപത്തിൽ എന്താ ചെയ്യേണ്ടത്? ഫഅ്സൽ ലിമൻ ശിഅ്ത മിൻഹും, അവരിൽ താങ്കൾ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് സമ്മതം നൽകാം. എന്താണ് ഈ താങ്കൾ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് എന്ന് പറഞ്ഞാൽ? അവരുടെ വിഷയം എന്താണെന്ന് കേട്ട് മനസ്സിലാക്കണം. എന്തിനാണ് അവർ പോകുന്നത്? ആ പോക്ക് അത്യാവശ്യമുള്ളതാണോ? അത് അനുവാദം കൊടുക്കേണ്ടതാണോ? അതിന് അർഹതയുള്ളതാണോ എന്നെല്ലാം നോക്കിയതിന് ശേഷം താങ്കൾക്ക് അനുവാദം കൊടുക്കേണ്ടതാണ് എന്ന് തോന്നുന്ന കാര്യങ്ങൾക്ക് താങ്കൾക്ക് അനുവാദം കൊടുക്കാം. അപ്പോൾ അനുവാദം ചോദിക്കുന്ന എല്ലാവർക്കും സമ്മതം കൊടുത്തോളണം എന്നല്ല. അത് നോക്കിയിട്ട് അത് വിലയിരുത്തിയിട്ട് അനുവാദം കൊടുക്കേണ്ടവർക്ക് അനുവാദം കൊടുക്കണം, അല്ലാത്തവർക്ക് അനുവാദം കൊടുക്കേണ്ടതില്ല.
അത് ആ നേതൃത്വത്തിൻ്റെ പരിധിയിൽ അതിൻ്റെ ആ ഒരു ഉത്തരവാദിത്വം നൽകി. അപ്പോൾ നോക്കൂ നിങ്ങൾ, ഈ ആയത്തിൻ്റെ തുടക്ക ഭാഗത്ത് അത് ഒരു നേതാവിനോട് ആ അണികൾ കാണിക്കേണ്ട കടമയാണ്. ഈ ആയത്തിൻ്റെ അടുത്ത ഭാഗത്ത്, അവസാന ഭാഗത്ത് ആ നേതാവിൻ്റെ ഉത്തരവാദിത്തമാണ് എടുത്തു പറയുന്നത്. എന്നിട്ട് അള്ളാഹു പറയാണ്, വസ്തഗ്ഫിർ ലഹുമുല്ലാ, അങ്ങനെ ആ പോകുന്ന ആളുകൾക്ക് വേണ്ടി താങ്കൾ അള്ളാഹുവിനോട് പാപമോചനം തേടണം. നോക്കണം, സമ്മതം ചോദിച്ചിട്ടാണ് അവർ പോകുന്നത്. സമ്മതം ചോദിക്കാതെ പോകുന്ന ആളുകൾ ചെയ്യുന്ന ഗുരുതരമായ തെറ്റാണ്. അതുകൊണ്ട് അവർക്ക് വേണ്ടി താങ്കൾ അള്ളാഹുവിനോട് പാപമോചനം തേടണമെന്നല്ല പറയുന്നത്. ആ അനുവാദം ചോദിച്ചിട്ട് പോകുന്ന ആളുകൾക്ക് വേണ്ടി പോലും താങ്കൾ അള്ളാഹുവിനോട് പാപമോചനം തേടണം. അപ്പോൾ അനുവാദം ചോദിക്കാതെ പോകുന്ന ആളുകളുടെ ആ ഒരു തെറ്റ് എത്ര വലിയ തെറ്റാണ്. അപ്പോൾ അള്ളാഹു അവിടെ കൃത്യമായിട്ട് മനുഷ്യരെ കൊണ്ട് ചിന്തിപ്പിക്കുന്നുണ്ട്. അനുവാദം ചോദിച്ച് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അനുവാദം ചോദിച്ച് പോകുന്ന ആളുകൾക്ക് വേണ്ടി താങ്കൾ അള്ളാഹുവിനോട് പാപമോചനത്തിന് തേടണം എന്ന് അള്ളാഹു പറയുമ്പോൾ, അനുവാദം ചോദിച്ചിട്ടാണ് അവർ പോകുന്നത്, എന്നിട്ട് പോലും അവർക്ക് വേണ്ടി പാപമോചനം തേടണമെന്ന് പറയുമ്പോൾ അനുവാദം ചോദിക്കാതെ പോകുന്നവർ ഗുരുതരമായ തെറ്റാണ് ചെയ്യുന്നത് എന്നർത്ഥം. ഇന്നല്ലാഹ ഗഫൂർ റഹീം, നിശ്ചയമായും അള്ളാഹു കരുണാനിധിയാണ്, പാപങ്ങൾ ഏറെ പൊറുക്കുന്നവനാണ്. ഇത്രയും പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു ആയത്ത് അവസാനിപ്പിക്കുന്നത്. ഇനി നമുക്ക് ഈ ആയത്തിൽ വന്ന പാരായണ നിയമങ്ങൾ നോക്കാം. ഇന്നമ, നൂനിൻ്റെ ശബ്ദ മണിക്കണം. ഇന്നമാ എന്ന് പറയുമ്പോൾ മാ എന്നൊരു നീട്ടൽ അവിടെ ഉണ്ട് മീമിന്. പക്ഷേ അൽ മുഅ്മിനൂന എന്നുള്ളതിൻ്റെ തുടക്കത്തിൽ ഹംസത്ത് വസ്ലാണ്. നീട്ടലിന് ശേഷം ഹംസത്ത് വസ്ൽ വന്നാൽ, അതായത് മദ്ദിന് ശേഷം ഹംസത്ത് വസ്ൽ വന്നാൽ ആ നീട്ടൽ നഷ്ടപ്പെടും, മദ് നഷ്ടപ്പെടും. അപ്പോൾ ഇന്നമാ എന്ന് നീട്ടൂല, ഇന്നമ എന്നേ പറയുള്ളൂ, നീട്ടാത്ത മീമ് പറയുന്ന പോലെ. ഇന്നമൽ മുഅ്മിനൂന അല്ലസീന ആമനു ബില്ലാഹി. ബി എന്നുള്ളത് കസ്റുള്ളൊരു അക്ഷരമാണല്ലോ. അതിനുശേഷം അള്ളാഹു എന്നുള്ള പദം വരുമ്പോൾ അതിന് ഇല്ല എന്നുള്ള ഉച്ചാരണമാണ് കൊടുക്കുക. ബില്ലാഹി എന്ന് പറയില്ല, ബില്ലാഹി വ റസൂലിഹി. അവിടെ ഹ ഉലമീർ വന്നു അവസാനത്തിൽ. അതിൻ്റെ മുമ്പും ശേഷവുമുള്ള അക്ഷരങ്ങൾക്ക് ഹർക്കത്തുണ്ട്. അതുകൊണ്ട് 2 ഹർക്കത്തിൻ്റെ ദൈർഘ്യം ആ ഹ ഉലമീറിനെ നീട്ടണം. അപ്പോൾ റസൂലിഹി, ഹി ഒരൽപ്പം നീട്ടുക. അത് കാണിക്കാനാണ് ഒരു യാൻ്റെ കഷ്ണം അവിടെ കൊടുത്തുള്ളത്. ആ ഹി എന്ന് കഴിഞ്ഞിട്ട് അവിടെ ഒരു വര ഇങ്ങനെ മടക്കിയിട്ടത് അത് യാൻ്റെ കഷ്ണമാണ്. കണ്ടാലത് യാൻ്റെ കഷ്ണമാണെന്ന് തോന്നില്ല. അപ്പോൾ അവിടെ റസൂലിഹി ഒരൽപ്പം നീട്ടണം, 2 ഹർക്കത്തിൻ്റെ ദൈർഘ്യം നീട്ടണം. വ ഇദ കാനു മഅഹു, അവിടെ ഒരു ഹ ഉലമീർ വന്നു. അതിൻ്റെ മുമ്പും ശേഷമുള്ള അക്ഷരങ്ങൾക്ക് ഹർക്കത്തുണ്ട്. അതിനെയും 2 ഹർക്കത്തിൻ്റെ ദൈർഘ്യം നീട്ടണം. അത് ഹു എന്നായതുകൊണ്ട് ആ നീട്ടലിനെ കാണിക്കാൻ ഒരു വാവാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്, ചെറിയ വാവ്. അപ്പോൾ ഹി എന്നാകുമ്പോൾ ഒരു യാൻ്റെ കഷ്ണം കൊടുക്കും, ഹു എന്നാകുമ്പോൾ ഒരു വാവാണ് കാണിക്കുക. അലാ അംറിൻ, അലാ എന്നുള്ളിടത്ത് മദ് നീട്ടൽ വന്നു. അതിനുശേഷം ഹംസയാണ്. അംറിൻ എന്നുള്ളതിൻ്റെ തുടക്കത്തിൽ ഹംസയാണ്. അപ്പോൾ മദ്ദിന് ശേഷം ഹംസ വന്നാൽ, രണ്ടും അടുത്തടുത്താണെങ്കിൽ വ്യത്യസ്ത പദങ്ങളിലാണോ ഒരേ പദത്തിലാണോ നോക്കണം. ഇവിടെ വ്യത്യസ്ത പദത്തിൽ, അലാ എന്നുള്ളതൊരു പദം, അമ്ര വേറെ പദം. അപ്പോൾ വ്യത്യസ്ത പദങ്ങളിലായിട്ട് മദ്ദും ഹംസയും അടുത്തടുത്ത് വന്നു. അങ്ങനെ വരുമ്പോൾ 4ഓ 5ഓ ഹർക്കത്തിൻ്റെ ദൈർഘ്യം നീട്ടാൻ അനുവാദമുണ്ട്, നിർബന്ധമല്ല. അപ്പോൾ അലാ അംറിൻ, അംറിൻ എന്നുള്ളതിൻ്റെ അവസാനത്തിൽ കസ്ർ തൻവീനാണ്. അതിനുശേഷം ജീമ് വന്നു. ജീമിൻ്റെ മുമ്പ് തൻവീന് വന്നാൽ ഇഖ്ഫ ആണ് നിയമം, മറച്ചു വെച്ചുകൊണ്ട് മണിക്കണം, അവ്യക്തമാക്കി മണിക്കണം. അപ്പോൾ അംറിൻ എന്ന് എൻ എന്നുള്ള ശബ്ദം പുറത്തേക്ക് കേൾക്കാൻ പാടില്ല. അവിടെ അംറിൻ ജാമിൻ, അംറിൻ ജാമിൻ, അംറിൻ എന്നുള്ള ആ ഒരു നൂനിനെ, അവിടെ തൻവീനിലെ ആ നൂനിൻ്റെ ശബ്ദത്തെ അവ്യക്തമാക്കിയിട്ട് ഉച്ചരിക്കുക. ജാമിൻ എന്നുള്ളതിൻ്റെ അവസാനത്തിൽ തൻവീൻ വന്നു, ശേഷം ലാമാണ്. ലാമിൻ്റെ മുമ്പ് തൻവീൻ വന്നാൽ ആ തൻവീനിനെ പൂർണ്ണമായിട്ടും ലാമിലേക്ക് ലയിപ്പിക്കണം, മണിക്കാനേ പാടില്ല. ഇദ്ഗാം ബിലാ ഗുന്ന അല്ലെങ്കിൽ ഇദ്ഗാം ബിഗൈരി ഗുന്ന എന്നാണ് നിയമത്തിൻ്റെ പേര്. അപ്പോൾ ജാമിഇല്ലം, ജാമിഇല്ലം, ജാമിഇ, അവിടെ ജാമിഇ കസ്റാണെന്ന് വിചാരിക്കുക അവസാനത്തിൽ ഐനിന്. ശേഷം ഷദ്ദുൽ ലാം എന്ന് പറഞ്ഞു നോക്കുക. ജാമിഇല്ലം യദ്ഹബു ഹത്ത യസ്തസിനൂഹു, അവിടെ അതിൻ്റെ അവസാനത്തിൽ ഹ ഉലമീർ വന്നു. ആ ഹ ഉലമീറിൻ്റെ മുമ്പും ശേഷമുള്ള അക്ഷരങ്ങൾക്ക് ഹർക്കത്തുണ്ടോ? ശേഷം വരുന്ന അക്ഷരത്തിന് ഹർക്കത്തുണ്ട്. ഇന്ന എന്നുള്ളതിൻ്റെ തുടക്കത്തിൽ ഹംസയാണ്. പക്ഷേ മുമ്പുള്ള അക്ഷരം ഏതാണ്? യസ്തസിനൂ എന്ന് പറയുമ്പോൾ ഒരു നീട്ടലാണ്. ഒരു നൂനിനെ നീട്ടാനൊരു വാവ് അവിടെ കണ്ടില്ലേ? അപ്പോൾ അവിടെ ഒരു മദ്ദാണ്, നീട്ടലാണ്. നീട്ടലിനെ ഹർക്കത്തായിട്ട് പരിഗണിക്കില്ല. അവിടെ ആ വാവിൻ്റെ മേലൊരു സുക്കൂനുള്ള രൂപത്തിലാണ് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ ആ ഹ ഉലമീറിൻ്റെ മുമ്പ് ഒരു നീട്ടലാണ്, അതായത് അവിടെ ഹർക്കത്തില്ല. അപ്പോൾ മുമ്പും ശേഷമുള്ള അക്ഷരങ്ങൾക്ക് ഹർക്കത്തുണ്ടോ ചോദിച്ചാൽ മുമ്പ് ഹർക്കത്തില്ല, അതുകൊണ്ട് അതിനെ നീട്ടാൻ പാടില്ല. അപ്പോൾ യസ്തസിനൂഹു എന്നേ പറയുള്ളൂ, യസ്തസിനൂഹു എന്നേ പറയുള്ളൂ. അവിടെ ഒരു ജീമുണ്ട്. പാരായണം നിർത്താതെയും ഓതാൻ രണ്ടിനും ഒരേ പ്രാധാന്യം. നിർത്തുകയാണെങ്കിൽ യസ്തസിനൂ എന്ന് പറഞ്ഞിട്ട് ആ ഹാ ഇന് സുക്കൂനിട്ടിട്ടാണ് നിർത്തുക. യസ്തസിനൂ.
എന്നാൽ നീട്ടാതെ പോകുമ്പോഴാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ യസ്തഅ്സിനൂഹു എന്ന് ഹു എന്നുള്ള ഉച്ചാരണം പുറത്തേക്ക് കേൾക്കുന്ന രൂപത്തിൽ പറഞ്ഞു പോകേണ്ടത്. ഇന്ന നൂനിൻ്റെ ശബ്ദം മണിക്കുക, അല്ലസീന യസ്തഅ്സിനൂക ഉലൈക. അവിടെ നീട്ടലും ഹംസയും അടുത്തടുത്ത് വന്ന് ഒരേ പദത്തിൻ്റെ ഉള്ളിലാണ്. നിർബന്ധമായും 4-5 അക്ഷരങ്ങളുടെ ദൈർഘ്യം നീട്ടണം, മദ് മുത്തസിൽ. അപ്പോൾ ഉലൈകല്ലസീന യുഅ്മിനൂന ബില്ലാഹി, അവിടെ ലാ എന്നുള്ള ഉച്ചാരണമാണ് വേണ്ടത്, നമുക്കറിയാം. വറസൂലിഹി, അവിടെ ഒരു ജീമ് കാണാം. പാരായണം നിർത്താതെയും ഓതാം, രണ്ടിനും ഒരേ പ്രാധാന്യം. നിർത്തുകയാണെങ്കിൽ റസൂലിഹ് എന്ന് പറഞ്ഞിട്ട് ആ ഹാ ഇന്, റസൂലിഹി എന്നുള്ളതിൻ്റെ അവസാനത്തിൽ ഹാ ഇന് സുക്കൂനിട്ടിട്ടാണ് നിർത്തേണ്ടത്. നിർത്താതെ ഓതുകയാണെങ്കിൽ റസൂലിഹി എന്നുള്ള ആ ഹാ ഉൽ-ലമീറിൻ്റെ മുമ്പും ശേഷമുള്ള അക്ഷരങ്ങൾക്ക് ഹർക്കത്തുണ്ട്. അതുകൊണ്ട് 2 ഹർക്കത്തിൻ്റെ ദൈർഘ്യം ഹാ ഉൽ-ലമീറിനെ നീട്ടണം. അപ്പോൾ റസൂലിഹി എന്ന് പറഞ്ഞിട്ടാണ് പോവുക. ഫഇസസ്തഅ്സനു, അവിടെ നോക്കൂ ഫഇസ എന്നുണ്ട്. പക്ഷേ ആ നീട്ടൽ നഷ്ടപ്പെടും. കാരണം എന്താ? ശേഷം ഹംസത്ത് വസ്ൽ വന്നു. അപ്പോൾ നീട്ടലിന് ശേഷം ഹംസത്ത് വസ്ൽ വന്നപ്പോൾ ആ നീട്ടൽ നഷ്ടപ്പെട്ടു. ഫഇസസ്തഅ്സനൂക എന്നേ പറയുള്ളൂ. ലിബഅദി ശഅ്നിഹിം ഫഅ്സൽ ലിമൻ, അവിടെ സുക്കൂനുള്ള നൂനിന് ശേഷം ലാമ് വന്നു. ആ സുക്കൂനുള്ള നൂനിനെ ലാമിലേക്ക് പൂർണ്ണമായും ലയിപ്പിക്കുക, മണിക്കാനേ പാടില്ല. ഇദ്ഗാം ബിലാ ഗുന്ന അല്ലെങ്കിൽ ഇദ്ഗാം ബിഗൈരി ഗുന്ന. അപ്പോൾ ഫഅ്സൽ ലിമൻ, ഫഅ്സ എന്ന് കഴിഞ്ഞിട്ട് നേരെ ശദ്ദുള്ള ലാമ് പറയുന്ന പോലെ പറഞ്ഞാൽ മതി. ഫഅ്സൽ ലിമൻ. ലിമൻ എന്നുള്ളതിൻ്റെ അവസാനത്തിൽ സുക്കൂനുള്ള നൂനാണ്, ശേഷം ഷീനാണ്. ഷീനിൻ്റെ മുമ്പ് സുക്കൂനുള്ള നൂന് വന്നാൽ ആ സുക്കൂനുള്ള നൂനിനെ ഇഖ്ഫാ ചെയ്യുക, മറച്ചു വെച്ചുകൊണ്ട് മണിക്കുക. അപ്പോൾ ലിമാ ഷിഅ്ത, ലിമാ ഷിഅ്ത. മിൻഹും, അവിടെ ഹാഇൻ്റെ മുമ്പാണ് സുക്കൂനുള്ള നൂന്. അവിടെ ഇൽഹാർ ചെയ്യണം, വെളിവാക്കി പറയണം. എൻ എന്നുള്ള ശബ്ദം പുറത്തേക്ക് കേൾക്കണം. മിൻഹും. വസ്തഗ്ഫിർ, അവിടെ റാഇന് സുക്കൂന് വന്നു, തൊട്ട് മുമ്പുള്ള അക്ഷരത്തിന് കസ്റാണ്, ശേഷം ഇസ്തിഗ്ലാലിൻ്റെ അക്ഷരങ്ങൾ വന്നിട്ടുമില്ല ഒരേ പദത്തിൽ. അപ്പോൾ അവിടെ വസ്തഗ്ഫിർ ര് എന്നുള്ള ഉച്ചാരണം കൊടുക്കുക. വസ്തഗ്ഫിർ. ലഹുമുല്ലാ, ലഹും എന്നാണ് അവിടെ ശരിക്ക്. ലഹും എന്നെഴുതിയാൽ പിന്നെ അള്ളാഹു എന്നുള്ളതിൻ്റെ ആദ്യത്തെ അക്ഷരം, ഉച്ചരിക്കുന്ന ആദ്യത്തെ അക്ഷരം ശദ്ദുള്ള ലാമാണ്. അതിനെ പിരിച്ചെഴുതുമ്പോൾ അവിടെ ഒരു സുക്കൂനുള്ള ലാമ് വരും. അപ്പോൾ സുക്കൂനുള്ള അക്ഷരങ്ങൾ അടുത്തടുത്ത് വരും. ലഹും എന്നുള്ളതിൻ്റെ അവസാനത്തിൽ സുക്കൂനുള്ള അക്ഷരം വന്നു. അള്ളാഹു എന്നുള്ളതിൻ്റെ തുടക്കത്തിൽ ഉച്ചരിക്കുന്ന ആദ്യത്തെ അക്ഷരം സുക്കൂനുള്ള അക്ഷരമായിട്ടും വന്നു. അങ്ങനെ അടുത്തടുത്ത് 2 സുക്കൂനുകൾ വരാൻ പാടില്ല. അങ്ങനെ വന്നാൽ ആദ്യത്തെ സുക്കൂനെ മാറ്റും. അങ്ങനെയാണ് ലഹും എന്നുള്ളതിനെ ലഹുമു എന്നാക്കിയത്. ഇൽത്തിഖാ ഉസാക്കിനീൻ എന്നാണ് ആ നിയമത്തിൻ്റെ പേര്. ലഹുമുല്ലാ, അവിടെ ജീമ് കാണാം. പാരായണം നിർത്താം, നിർത്താതെയും ഓതാം, രണ്ടിനും ഒരേ പ്രാധാന്യം. നിർത്തുകയാണെങ്കിൽ അള്ളാഹ എന്നുള്ള ആ ഒരു ഭാഗത്ത് അള്ളാഹ്, ആ ഹാ ഇന് സുക്കൂനിട്ടിട്ടാണ് നിർത്തുക. നിർത്താതെ ഓതുകയാണെങ്കിൽ അവിടെ എഴുതിയ പോലെ പാരായണം ചെയ്തു പോവുക. ഇന്ന നൂനിൻ്റെ ശബ്ദം മണിക്കുക. ഇന്നല്ലാഹ ഗഫൂറുൻ, അവിടെ തെൻവീന് വന്നു, ശേഷം റാ ആണ്. റാഇൻ്റെ മുമ്പ് തെൻവീന് വന്നാൽ, നേരത്തെ ലാമിൻ്റെ മുമ്പ് വന്ന സമയത്ത് പറഞ്ഞ പോലെ ആ തെൻവീനിനെ പൂർണ്ണമായും റായിലേക്ക് ലയിപ്പിക്കുക, മണിക്കാനേ പാടില്ല. ഇദ്ഗാം ബിലാ ഗുന്ന അല്ലെങ്കിൽ ഇദ്ഗാം ബിഗൈരി ഗുന്ന. അപ്പോൾ ഗഫൂറു എന്ന് പറഞ്ഞിട്ട് ഷദ്ദുള്ള റാ പറയുന്ന പോലെ ഉച്ചരിച്ചാൽ മതി. ഗഫൂറുർ റഹീം, ഗഫൂറുർ റഹീം. അവസാനത്തെ മീമിന് സുക്കൂന്, തൊട്ട് മുമ്പുള്ള നീട്ടൽ 6 ഹർക്കത്തിൻ്റെ ദൈർഘ്യം വരെ ആവാം. നമുക്ക് ഈ ആയത്തൊന്ന് പാരായണം ചെയ്യാം, ശേഷം ഗ്രാമർ പറയാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ഇന്നമൽ മുഅ്മിനൂന അല്ലസീന ആമനൂ ബില്ലാഹി വറസൂലിഹി വഇദാ കാനൂ മഅഹു അലാ അംരിൻ ജാമിഇൻ ലം യസ്ഹബൂ ഹത്താ യസ്തഅ്സിനൂ. ഇന്നല്ലസീന യസ്തഅ്സിനൂനക ഉലൈക അല്ലസീന യുഅ്മിനൂന ബില്ലാഹി വറസൂലിഹി فإذا استأذنوك لبعض شأنهم فأذن لما شئت منهم واستغفر لهم الله إن الله غفور رحيم. ഗ്രാമർ നോക്കുകയാണെങ്കിൽ ഇന്നമൽ മുഅ്മിനൂന അല്ലസീന ആമനു ബില്ലാഹി, ബി എന്നുള്ളത് ഹർഫ് ജറാണ്. അതിനുശേഷം വരുന്ന ഇസ്മുകൾക്ക് ജറ് കിട്ടും, സാധാരണ കസ്ർ കൊണ്ടോ കസ്ർ തൻവീന് കൊണ്ടോ. അതുകൊണ്ടാണ് അള്ളാഹു എന്നുള്ള പദത്തിൻ്റെ അവസാനത്തിൽ കസ്റിട്ടത്, ഹി എന്നാക്കിയത് ആ ബി വന്നതുകൊണ്ടാണ്. വ റസൂലിഹി, അവിടെ റസൂലു എന്നുള്ളതിന് പകരം എന്തുകൊണ്ട് റസൂലി എന്നായി? ആ ബി എന്നുള്ളത് ബില്ലാഹി, അള്ളാഹു എന്നുള്ളതിൻ്റെ മുമ്പിലുള്ള ബി എന്നുള്ളത് ഇങ്ങോട്ടും ബാധകമാണ്. അപ്പോൾ അവിടെ വ എന്ന് പറയുമ്പോൾ ആ വാവിൻ്റെ കൂടെ ബിയും കൂടെ ഒളിഞ്ഞിരിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. വ ബി റസൂലിഹി എന്നാണ് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ ആ ബി വന്നതുകൊണ്ടാണ് റസൂലു എന്നുള്ളത് റസൂലി എന്നാക്കിയത്. അല്ലെങ്കിൽ ഇങ്ങനെ പറയാം, ആ ബില്ലാഹി എന്നുള്ളതിൻ്റെ ഭാഗത്ത് വരുന്ന ബി രണ്ടിനും ബാധകമാണ്. അള്ളാഹു എന്നുള്ള പദത്തിനും ബാധകമാണ്, റസൂൽ എന്നുള്ള പദത്തിനും ബാധകമാണ്. അത്ഫിൻ്റെ വാവിട്ട് എഴുതിയതുകൊണ്ട്. വഇദാ കാനൂ മഅഹു അലാ അംരിൻ, അലാ എന്നുള്ളതും ഹർഫ് ജറാണ്. അതിനുശേഷം വരുന്ന ഇസ്മിന് ജറ് കിട്ടണം. അതുകൊണ്ടാണ് അംരിൻ അവിടെ കസ്ർ തൻവീനിട്ട് എഴുതിയത്. അംരിൻ ജാമിഇൻ എന്ന് പറയുമ്പോൾ അമ്ര എന്നുള്ള പദത്തെ വിശേഷിപ്പിക്കുന്ന പദമാണ് ജാമിഅ, സിഫത്താണ്. അപ്പോൾ രണ്ടിനും ഒരേ രൂപഘടന കിട്ടണം. അതുകൊണ്ടാണ് അംരിൻ ജാമിഇൻ, രണ്ടും ഒരേപോലെ എഴുതി. ലം യദ്ഹബു, ലം വന്നു കഴിഞ്ഞാൽ അതിനുശേഷം വരുന്ന മുളാരിയായിട്ടുള്ള ക്രിയക്ക് ജസ്മ് കിട്ടും. അപ്പോൾ ഇവിടെ ശരിക്ക് യദ്ഹബൂന എന്നാണ്. അതിൻ്റെ അവസാനത്തെ നൂനെ കളഞ്ഞത് ജസ്മ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം അവസാനത്തിൽ വാവ് നൂനൊക്കെയുള്ള ഇത്തരം മുളാരിയായിട്ടുള്ള ക്രിയകൾ വരുമ്പോൾ
ജസ്മ് കൊടുക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ അവസാനത്തെ നൂനെ കളയാണ് ചെയ്യുക. അങ്ങനെയാണ് ലം യദ്ഹബൂ എന്നായത്. ഹത്ത യസ്തസിനൂഹു, ഹത്ത വന്നു കഴിഞ്ഞാൽ അതിന് ശേഷം വരുന്ന മുലാരിയായുള്ള ക്രിയക്ക് നെസ്ബ് കിട്ടും. സാധാരണ ഹത്തക്ക് ശേഷം ഒരു അൻ മറിഞ്ഞിരിക്കുന്നു എന്നാണ് പറയുക, ഹത്ത അൻ. അപ്പോൾ ആ അന്ന് വന്നു കഴിഞ്ഞാൽ മുലാരിയായിട്ടുള്ള ക്രിയക്ക് നെസ്ബ് കിട്ടുമല്ലോ. അപ്പോൾ ഇവിടെ യസ്തസിനൂന എന്നാണ്. ആ യസ്തസിനൂന എന്നുള്ളതിൻ്റെ അവസാനത്തെ നൂനെ കളയാനുള്ള കാരണം ഈ ഹത്ത വന്നതുകൊണ്ടാണ്. നേരത്തെ ജസ്മിൻ്റെ കാര്യം പറഞ്ഞ പോലെ നെസ്ബ് കൊടുക്കേണ്ട സന്ദർഭങ്ങളിലും അവസാനത്തിൽ വാവും നൂനും വരുന്ന മുലാരിയായിട്ടുള്ള ക്രിയകളാണെങ്കിൽ അവസാനത്തെ നൂനെ കളഞ്ഞിട്ടാണ് നെസ്ബും കൊടുക്കുക. ഇന്നൽ ലസീന യസ്തസിനൂക ഉലായിക്കൽ ലസീന യുഅ്മിനൂന ബില്ലാഹി, ബി ഹർഫ് ജർ, അതുകൊണ്ട് അള്ളാഹു എന്നുള്ള പദം അള്ളാഹിന്നായി. വ റസൂലിഹി, അവിടെ റസൂലു എന്നുള്ളത് റസൂലിന്നായി, ആ ബി ഇങ്ങോട്ടും ബാധകമാണ്. ഫഇദസ്തഅ്സനൂക ലിബഅദി ശഅ്നിഹിം ഫഅ്സൽ ലിമൻ ശിഅ്ത മിൻഹും വസ്തഗ്ഫിർ ലഹുമുല്ലാഹ് ഇന്നല്ലാഹ ഗഫൂർ റഹീം. ഇന്നല്ലാഹ, ഇന്ന വന്നു കഴിഞ്ഞാൽ അതിന് ശേഷം ഇന്ന എന്തിനെക്കുറിച്ചാണോ പറയുന്നത് ആ പദത്തെ ഇന്നയുടെ ഇസ്മ എന്നാണ് പറയുക. ഇവിടെ ഇന്നല്ലാഹ, ഇന്നയുടെ ഇസ്മായിട്ട് വന്നത് അള്ളാഹു എന്നുള്ള പദമാണ്. ഇന്നയുടെ ഇസ്മിന് എപ്പോഴും ഇറാബ് നെസ്ബായിരിക്കും. ഇന്നല്ലാഹു എന്ന് പറയില്ല, ഇന്നല്ലാഹ എന്നാണ് പറയുക. കാരണം നെസ്ബ് സാധാരണഗതിയിൽ ഫത്തഹ കൊണ്ടോ ഫത്തഹ തൻവീനുകൊണ്ടോ ഒക്കെയാണല്ലോ കാണിക്കുക. അപ്പോൾ ഇന്നല്ലാഹ എന്നാണ് പറയുക. പിന്നെ അതിൻ്റെ ഒരു വിവരണമായി കൊണ്ട് വരുന്ന പദം ഉണ്ടെങ്കിൽ അതിന് ഇന്നയുടെ ഖബർ എന്നാണ് പറയുക. അപ്പോൾ ഇവിടെ ഇന്നല്ലാഹ കഴിഞ്ഞിട്ട് ഗഫൂറിൻ എന്ന് വന്നു. ആ ഗഫൂറിൻ എന്നുള്ള പദമാണ് ഇന്നയുടെ ഖബർ. അപ്പോൾ അള്ളാഹു എന്നുള്ള പദം ഇന്നയുടെ ഇസ്മാണ്, ഗഫൂറിൻ എന്ന പദം ഇന്നയുടെ ഖബറാണ്. ഇന്നയുടെ ഇസ്മിന് നെസ്ബ് എന്ന് പറഞ്ഞു, ഇന്നയുടെ ഖബറിന് റഫ് ആയിരിക്കും. സാധാരണ ലമ്മ് കൊണ്ടോ ലമ്മ് തൻവീനും ഉണ്ടോ. അപ്പോൾ ഇവിടെ ഇന്നല്ലാഹ ഗഫൂറിൻ, അള്ളാഹു എന്നുള്ള പദത്തിന് നെസ്ബ് കിട്ടിയിട്ടുണ്ട്, ഗഫൂറിൻ എന്ന പദത്തിന് റഫും കിട്ടിയിട്ടുണ്ട്. ഇനി ആ ഗഫൂർ റഹീം എന്നെടുത്ത് നോക്കുകയാണെങ്കിൽ ഗഫൂർ എന്നുള്ള പദത്തെ വിശേഷിപ്പിക്കുന്ന പദമാണ് റഹീം. ഒരു പദത്തെ മറ്റൊരു പദം കൊണ്ട് വിശേഷിപ്പിക്കുമ്പോൾ രണ്ടിനും ഒരേ രൂപഘടനയാണ് കിട്ടുക. അതുകൊണ്ട് രണ്ടും ഒരേ രൂപത്തിൽ എഴുതിയിട്ടുണ്ട്, ഗഫൂറുൻ റഹീമുൻ. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ആയത്തിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അള്ളാഹു പരിശുദ്ധ ഖുർആൻ ഏറ്റവും നല്ല രൂപത്തിൽ പഠിക്കുവാനും അത് ജീവിതത്തിൽ പകർത്തുവാനും കഴിവിൻ്റെ പരമാവധി മറ്റുള്ള ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുവാനുമുള്ള സന്മനസ്സും തൗഫീക്കും സൗഭാഗ്യവും നമുക്ക് ഏവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. വാഹിദ് ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.